കഴിഞ്ഞതിന് നന്നാവാന്ന് പറഞ്ഞ പോലെയാണ് അടുത്ത വർഷവും നന്നാവാന്ന് പറയുന്ന ആൾക്കാർ. അതുപോലെ ഈ വർഷം ഞാൻ സൂപ്പറാക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അടുത്ത വർഷവും സൂപ്പറാക്കും എന്ന് പറയാൻ പോകുന്നത്. ആക്ച്വലി ഇതൊരു ലൂപ്പാണ്. നമ്മുടെ കലണ്ടർ മാറിയതുകൊണ്ടോ ഡേറ്റ് മാറിയതുകൊണ്ടോ ഒന്നും നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. ശരിയാണ്, ഒരു വർഷം കഴിയുമ്പം നമ്മൾ അതിൻ്റെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് പുതിയ ഇയറിലേക്ക് വരുമ്പം ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരണം. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ എല്ലാ മാറ്റങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് 1-ാം തീയതിയാണ്. ആ 1-ാം തീയതി എല്ലാ മാറ്റങ്ങളും കൊണ്ടുപോയിട്ടിടുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്കൊരു 2-3 ദിവസം കഴിയുമ്പം ഈ കാര്യങ്ങൾ മടുത്തിട്ട് അല്ലെങ്കിൽ നമ്മളെ ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്യാതെ നമ്മൾ വീണ്ടും പാസ്റ്റിലേക്ക് തിരിച്ചു പോകും, പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാറ്റങ്ങൾ ചെറുതായിട്ട് കൊണ്ടുവരിക. 1-ാം തീയതി തന്നെ എല്ലാ മാറ്റവും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് എന്ത് ചെയ്യുക, 1-ാം തീയതി ഒരു ചെറിയ മാറ്റം കൊണ്ടുവരിക, അതൊരു ഹാബിറ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അടുത്ത മാറ്റം കൊണ്ടുവരിക. അങ്ങനെ മെല്ലെ മെല്ലെ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരുമ്പം അത് നമ്മുടെ ലൈഫിന് നല്ലൊരു ചേഞ്ച് കൊണ്ടുവരും. നേരെ മറിച്ച് നമ്മൾ 1-ാം തീയതി തന്നെ എല്ലാ മാറ്റങ്ങളും കൊണ്ടുപോയിട്ട് ഇടുമ്പം അതൊരിക്കലും പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിൽ വർക്കാവില്ല. നമ്മൾ വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകും. സോ ഇതൊക്കെ ശ്രദ്ധിക്കുക. പുതിയൊരു വർഷം വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ സക്സസ് അച്ചീവ് ചെയ്യുക, സർവൈവ് ചെയ്യുക. നല്ലൊരു വർഷം ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. ബൈ.